സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് സുരേഷ് ഗോപിയും നന്ദനയും. ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ പേരായി എത്തിയ നന്ദന കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അഭിനയ ലോകം വിട്ടെങ്കിലും സുരേഷ് ഗോപിയുമായുള്ള അടുപ്പവും സ്നേഹവും ഇഴമുറിയാതെ സൂക്ഷിച്ചിരുന്നു. ഭർത്താവ് മനോജിനും അദ്ദേഹത്തിന്റെ കുടുംബവുമായും സുരേഷ് ഗോപിക്ക് അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോഴിതാ മനോജിന്റെ വേർപാടറിഞ്ഞ് ചെന്നൈയിലെ വീട്ടിലേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി. നന്ദനയെ ആശ്വസിപ്പിച്ച് അദ്ദേഹം മടങ്ങിയത് നിറകണ്ണുകളോടെയായിരുന്നു. 40-ാം വയസ്സിൽ തനിച്ചായിപ്പോയ അനിയത്തിക്കുട്ടിക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് 2 പെൺമക്കളെയും ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. മനോജിന്റെ പിതാവ് ഭാരതി രാജയുമായും അദ്ദേഹം സംസാരിച്ചു. തുടർന്നാണ് അദ്ദേഹം ആ ചിത്രം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത്. പ്രിയപ്പെട്ട ഭാരതി രാജ സാറിനെ വീട്ടിലെത്തി കണ്ടെന്നും അദ്ദേഹത്തിന്റെ മകന്റെ മരണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുവെന്നും മനോജിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നുമാണ് സുരേഷ് ഗോപി തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മനോജിന്റെ മരണം സംഭവിച്ചത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. ഇപ്പോഴും ആ വിയോഗം പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനിടെയാണ് മകന്റെ വേർപാടിന്റെ വേദനയിൽ കഴിയുന്ന ഭാരതി രാജയെയും മനോജിന്റെ ഭാര്യയായ നന്ദനയെയും സുരേഷ് ഗോപി സന്ദർശിച്ചത്. വെറും 48-ാം വയസ്സിലാണ് മനോജിന്റെ വേർപാട് സംഭവിച്ചത്. പ്രണയിച്ച് വിവാഹിതരായ നന്ദനയ്ക്കും മനോജിനും 2 പെൺമക്കളാണുള്ളത്. മക്കളെ 2 പേരെയും നന്ദനയെ ഏൽപ്പിച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മരണത്തിലേക്കുള്ള മനോജിന്റെ പോക്ക്. ഇക്കഴിഞ്ഞ മാർച്ച് 7-ാം തീയതി അദ്ദേഹത്തിന്റെ ഹൃദയവാൽവിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് പോയപ്പോഴും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് തീരെ അവിചാരിതമായിട്ടായിരുന്നു മരണം സംഭവിച്ചത്. സ്നേഹിതൻ, കല്യാണക്കുറിമാനം, സ്വപ്നം കൊണ്ട് തുലാഭാരം, സേതുരാമയ്യർ, CBI, ചതിക്കാത്ത ചന്തു തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടിയായിരുന്നു കോഴിക്കോടുകാരിയായ നന്ദന. മലയാളി പ്രേക്ഷകർക്കെന്ന പോലെ വീട്ടുകാർക്കും നന്ദനയെയും മനോജിനെയും കുറിച്ച് പറയാൻ 100 നാവാണ്. ഏതാനും മലയാള ചിത്രങ്ങളിലും തുടർന്ന് തമിഴിലും അഭിനയിച്ചപ്പോഴാണ് മനോജും നന്ദനയും പ്രണയത്തിലായത്. തുടർന്ന് കോഴിക്കോടിന്റെ മരുമകൻ എന്നായിരുന്നു നന്ദനയുടെ വീട്ടുകാർക്കിടയിൽ സംവിധായകനായ ഭാരതി രാജയുടെ മകൻ മനോജ് അറിയപ്പെട്ടത്. 1 വർഷം മുമ്പ് നന്ദനയും മനോജും കുടുംബവും കോഴിക്കോട് നന്ദനയുടെ വീട്ടിൽ വന്നിരുന്നു. വലുപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും സൗഹൃദം കാട്ടുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റേത്. കുറച്ചു വർഷം മാത്രമേ സിനിമാ രംഗത്ത് നന്ദന തുടർന്നുള്ളൂവെങ്കിലും ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ മുഖത്തോടെ സിനിമയിൽ തിളങ്ങിയ നന്ദനയെ ഇന്നും ആരാധകർക്ക് ഓർമ്മയുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.